ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഏലച്ചെടികൾക്കിടയിൽ എങ്ങനെ കുരുമുളക് ചെടി വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ച് പറയാനാണ്. ആദ്യം നമ്മൾ ഇതുപോലൊരു മരത്തിനുള്ള കൊടി കയറ്റുന്നത്. അപ്പോൾ ആ മരത്തിന് രണ്ട് സൈഡിലുള്ള ഏലച്ചെടികൾ ഇതുപോലെ കുറച്ച് കെട്ടിവെക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രകാശവും വെട്ടവും വെളിച്ചം കയറാനായിട്ടാട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം നട്ടതാട്ടോ ഇത് അത്യാവശ്യം ഞങ്ങൾ രണ്ട് സൈഡിലും പിടിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളിപ്പോൾ കവാത്തെടുത്തപ്പോൾ അതിൻ്റെ കെട്ട് അഴിച്ചു വിട്ടാട്ടോ. ഇത് ഇത്രയും വളർന്ന് കയറിയിട്ടുണ്ട്. ഇനി അത് പയ്യാൻ കയറി പൊക്കോളൂ. പിന്നെ അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നതാണ് ഇത് കേട്ടോ, കൊടിവള്ളി ഇതുപോലെ താഴോട്ട് വീണ് എന്തെങ്കിലുമൊക്കെ ഒരു അബദ്ധത്തിൽ ഒടിഞ്ഞു പോകും. ഇത് കേട്ടോ, ഇത് വെട്ടിക്കളയാതെ എങ്ങനെ കയറ്റിക്കൊണ്ട് വരാമെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് പീസ് എടുക്കണേ. അതിൻ്റെ അകത്തോടെ നമുക്ക് കുറച്ച് മണ്ണെടുത്തിടാം. കുറച്ച് മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒടിഞ്ഞ ഭാഗത്ത് കുറച്ച് മണ്ണ് ഇതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് അത് നമ്മളിത് ഇതുപോലെ എടുത്ത് വെച്ച് ഒന്ന് പൊതിഞ്ഞെടുക്കണം. എന്നിട്ടൊരു വള്ളി വെച്ച് നമുക്ക് കെട്ടിക്കൊടുക്കാവേ. ഒത്തിരി ടൈറ്റായിട്ടൊന്നും കെട്ടണ്ട കേട്ടോ, ചുമ്മാ ലൂസാക്കി ഒരു സുരക്ഷ വേണമെന്നേ ഉള്ളൂ. ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ മരത്തയിലോട്ട് ഇങ്ങനെ കയറ്റി വെക്കണേ. ഇത് ചാക്ക് കണ്ടിച്ചതാട്ടോ. നമ്മൾ കൊടി കെട്ടാനാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മളിങ്ങനെ കെട്ടുന്നത് വെച്ചാൽ ചാക്ക് വള്ളി ടൈറ്റ് ആവത്തില്ല മരത്തിനോട്. അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇത് നമുക്ക് തനിയെ അഴിഞ്ഞു പൊക്കോളൂ, ദ്രവിച്ച് പൊക്കോളൂ. ഇത് ഇങ്ങനെ കെട്ടിയാട്ടോ നമ്മൾ ഒടിഞ്ഞ കൊടിവള്ളിയെല്ലാം കയറ്റിക്കൊണ്ട് വരുന്നത്. അല്ലാതെ വെട്ടിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല. പരിപാടി കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.